അട മോനെ ഫസ്റ്റ് ഫാസ്റ്റിന്റെ ആവേശം എന്ന് പറയുന്ന സിനിമ ആവേശഭരിതമായി പോയി കണ്ടുകൊണ്ട് ആവേശഭരിതമായ ഒരു റിവ്യൂ ചെയ്യാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ഫസ്റ്റ് ഫാസ്റ്റിൽ ഇതുവരെയുള്ള ഒരു കരിയർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്ത് പോയിട്ടുണ്ടല്ലേ. ഷമ്മി എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മൾ ഓർത്തു വെച്ചേക്കുന്ന പോലെ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഓർത്തു വെക്കാൻ പോകുന്ന ഫസ്റ്റ് ഫാസ്റ്റിലെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അത് രംഗൻ ചേട്ടൻ തന്നെയായിരിക്കും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാണ്. ഇയാൾ എങ്ങനെയാണ് ഈ ഒരു ആക്ഷൻ കട്ടിന്റെ ഇടയ്ക്ക്, നിങ്ങൾക്കറിയാം ഫസ്റ്റ് ഫാസ്റ്റിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, അയാൾ വളരെ ശാന്തനായിട്ട് ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു മനുഷ്യൻ. ഈ ആക്ഷൻ പറയുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഒരു ലെവലിലോട്ട് ഇയാൾ ട്രാൻസ്ഫോം ആവുന്നത് എന്നുള്ളൊരു കാര്യം എനിക്ക് ഇന്നൊരു അത്ഭുതമാണ്. വെറും 5 അടി പൊക്കമുള്ള ഒരു മനുഷ്യൻ ഒരു ഫൈറ്റ് സീക്വൻസ് ചെയ്യുന്ന സമയത്ത് അത് കൺവിൻസിംഗ് ആയിട്ട് മാസമായിട്ട് ഫീൽ ചെയ്യണം എന്നുള്ളൊരു കാര്യം വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. വളരെ പൊക്കം കുറഞ്ഞേക്കുന്ന മനുഷ്യൻ ഒരാളെ പിടിച്ചങ്ങ് ഇടിക്കുന്ന സമയത്ത് സാധാരണ നമുക്ക് ചിരി വരാന്നുള്ളത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഫഹദ് ഫാസിൽ ഇടിക്കുന്ന സമയത്ത് നമ്മൾ അറിയാണ്ട് ഒരു കോരിത്തെരിപ്പൊക്കെ നമുക്ക് വരും. കാരണം ഇയാളുടെ ഇടിക്കുന്ന ഓരോ പഞ്ചിനും ഇയാളുടെ മൂവ്മെന്റ്സിനൊക്കെ വളരെ വളരെ പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഫഹദിന്റെ പഴയ സിനിമകൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന സമയത്ത് ഇയോബിന്റെ പുസ്തകം എന്ന് പറയുന്ന സിനിമ അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ്. ഇയോബിന്റെ പുസ്തകം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഇയാളൊരു ഗണ്ണ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന ഒരു സീക്വൻസ് കാണിക്കുന്നുണ്ട്. വളരെ പൊക്കം കുറഞ്ഞ ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഫൺ റോള് മാത്രം ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെയുള്ള ചില സിനിമകൾ ഇൻക്ലൂഡിങ് വരത്തനടക്കം പോലെയുള്ള സിനിമകളിൽ ഫൈറ്റ് സീക്വൻസിനകത്ത് ഇങ്ങനെ ഒരു കൊലമാസ് കാണിച്ചിരിക്കുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ. രംഗ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരേ സമയത്ത് തന്നെ ഇയാൾ കോമഡിയും ചെയ്യും, എന്നാൽ അതേ സമയത്ത് കൃത്യമായിട്ടുള്ള മാസം ചെയ്യും. ഈ സിനിമയുടെ ക്ലൈമാക്സ് കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇമ്പാക്ട് കിട്ടും. അറിയാലോ, ഇത് ഷമ്മിയുടെ സോണാണ്. ഷമ്മി എന്ന് പറയുന്ന ഫഹദ് ഫാസിലിന്റെ എക്സ്ട്രീമിസ്റ്റിന്റെ സോണാണ്. ഇങ്ങനത്തെ ഒരു പടം ചെയ്യാനായിട്ട് അയാളെ കൊണ്ടേ പറ്റൂ. ഇത് അയാളുടെ ഏരിയ ആണ്, ഇവിടെ ആരെ തൊടാനായിട്ട് നിൽക്കണ്ട എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇത് അയാളുടെ ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടർ അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ഫഹദ് ഇത് ഏറ്റവും വൃത്തിക്ക് വെടുപ്പിനും നമ്മൾ 100 പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ 200 തരുന്ന ലെവലിലുള്ള ഒരു ഔട്ട്പുട്ട് ഫഹദ് ഫാസിലിന് ചെയ്തെടുക്കാൻ പറ്റിയിരുന്ന ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ആവേശം എന്ന സിനിമ പേര് പറയുന്ന പോലെ തന്നെ നല്ലൊരു ആവേശമുള്ള സിനിമയായിരിക്കും തന്നെ പ്രതീക്ഷ കൊണ്ടാണ് സിനിമ കാണാൻ പോകുന്നത്. നല്ലൊരു അടി ഫൺ പടം എന്നുള്ള രീതിക്കാണ് ഞാൻ പ്രതീക്ഷ പോയിരുന്നത്. നമുക്കറിയാം രോമാഞ്ചം എന്ന് പറയുന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടായിട്ടായിരിക്കും ഈ ഒരു സിനിമ വരാനുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു മുമ്പ് നമ്മുടെ ചേട്ടൻ പറഞ്ഞായിരുന്നത്, ചെമ്പൻ ചേട്ടൻ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അറിയാലോ, രോമാഞ്ച സിനിമയ്ക്ക് അതോ കാണുന്നുണ്ടെങ്കിൽ ജിത്തു മാധവനായിരുന്നു അതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത്. അതേ ഡയറക്ടറിന്റെ സിനിമയാണ്, അദ്ദേഹം തന്നെ റൈറ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. കഴിഞ്ഞ വർഷം ഏറ്റവും ഗംഭീരമായിട്ട് കളക്ഷൻ നേടിക്കുന്ന ഒരു സിനിമ തന്നെയായിരുന്നു രോമാഞ്ചം എന്ന് പറയുന്നത്. പക്ഷേ രോമാഞ്ചത്തിൽ നിന്ന് ഈ ഒരു സിനിമയിലോട്ട് വരുന്ന സമയത്ത് ഇത് ചെമ്പന്റെ ക്യാരക്ടറിന്റെ ഒരു കഥയല്ല ഇതിനകത്ത് പറയുന്നത്. ഇത് ടോട്ടലി വേറൊരു കഥയാണ്, വേറൊരു മനുഷ്യനാണ്. ചെമ്പന്റെ ആ വെള്ളയും ഡ്രസ്സ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറൊരു സിമിലാരിറ്റി കാര്യങ്ങളൊന്നും ആ ഒരു ക്യാരക്ടറായിട്ട് ഇദ്ദേഹത്തിനില്ല. ഇത് ടോട്ടലി വേറൊരു കഥയാണ്. പക്ഷേ രോമാഞ്ചത്തിൽ നിന്ന് ഈ ഒരു സിനിമയിലോട്ട് വരുന്ന സമയത്ത് ഏറ്റവും വലിയൊരു അപ്ഗ്രേഡ് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ മേക്കിംഗ് സ്റ്റൈലാണ്. യഥാർത്ഥത്തിൽ ഇതിന്റെ ടൈറ്റിൽ കാർഡ് എഴുതി കാണിച്ചിരിക്കുന്ന സമയം തൊട്ടാണെന്നുണ്ടെങ്കിലും അവസാനം കാണിക്കുന്നതിന്റെ എൻ ക്രെഡിറ്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാം കാണിച്ചിരിക്കുന്ന സമയത്ത് ആവേശം എന്ന് പറയുന്ന ടൈറ്റിലൊക്കെ എഴുതി കാണിക്കുന്ന സമയത്തുള്ള ഇതിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത് അവർ ചെയ്തു വെച്ചേക്കുന്ന ആ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഗംഭീരം തന്നെയാണ്. അത് തിയേറ്ററിൽ കാണുമ്പോൾ തന്നെയാണ് നമുക്ക് ഒരു എഫക്ട് കിട്ടാം. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്താണെന്ന് ഞാൻ പറയട്ടെ, ഈ സിനിമയിൽ ഫഹദ് ഫാസിലിനെ കാസ്റ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ്. ഒരു നല്ലൊരു നടൻ എന്ന് പറയുന്നത് കിട്ടിയേക്കുന്ന ക്യാരക്ടർ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ് അയാളുടെ വിജയം എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയിലുള്ള രംഗ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഷമ്മിയിൽ രാജമാണിക്യത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഐറ്റാണ് ഈ രംഗ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. പഴയ രാജമാണിക്യ സിനിമയിൽ പറഞ്ഞേക്കുന്ന പോലെ യവൻ പുലിയാണ് കേട്ടാന്ന് പറയുന്ന തരത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് യഥാർത്ഥത്തിൽ രംഗൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇയാളുടെ ഇൻട്രൊഡക്ഷൻ ഷോട്ട് എന്നൊക്കെ പറയുന്നത് ഞാൻ പറയുകയാണെങ്കിൽ ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ വന്നേക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഷോട്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ പറ്റും. കാരണം നിങ്ങൾ കൈയടിച്ചിരിക്കും, അത് ഞാൻ ഉറപ്പ് പറയാം. നിങ്ങൾ കൈയടിച്ചിരിക്കും. നിങ്ങൾ ഫഹദ് ഫാസിൽ ഫാൻ ആവണമെന്നില്ല, നിങ്ങൾ ഒന്നും ആവണമെന്നില്ല. ഈ ഫഹദ് ഫാസിലിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ സട്ടിലാണ്, വളരെ സിമ്പിൾ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇയാളുടെ ക്യാരക്ടറിനെ കുറിച്ച് കാണിക്കുന്ന സമയത്തുള്ളൊരു പഞ്ചുണ്ട്. ഫഹദ് ഇങ്ങനെ നടന്നു പോകുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അത് ശരിക്കും ഈ ഒരു സിനിമയിൽ കാണുന്ന സമയത്ത് മനസ്സിലാവും, അത്ര ഗംഭീരമായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഈ സിനിമയുടെ ഇൻട്രൊഡക്ഷൻ തുടങ്ങുന്ന സമയത്ത് ഹിപ്സ്റ്റർ എന്ന് പറയുന്ന യൂട്യൂബർ അങ്ങനെ കുറച്ച് പേരെ വെച്ചുകൊണ്ടാണ് ഒരു കാസ്റ്റിംഗ്, അടിപൊളി കാസ്റ്റിംഗ് ആണ്, പറയാണ്ട് പറ്റില്ല. 3 പേരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഹിപ്സ്റ്ററിന്റെ ആണെങ്കിലും കൂടെയുള്ള ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ആണെങ്കിലും ഒരു ഫസ്റ്റ് മൂവി എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയില്ല, അത്രയും നന്നായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. എടുത്ത് പറയേണ്ട ഒരു അപ്പൂപ്പനാണ്. ഇയാളുടെ കൂടെ രംഗന്റെ കൂടെ സ്ഥിരമായിട്ട് ഡ്രൈവറായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ഇയാൾ ആരാണ് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇങ്ങനൊരു ഉഗ്ര മാർഷൽ ആർട്ടിസ്റ്റ് ആണ്. അത് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മളൊക്കെ ചിന്തിച്ചു പോകും, എൻ്റെ പൊന്നെ ഈ അപ്പാപ്പനോട് ഈ മാതിരി റേഞ്ച് കാണിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം ഇയാൾക്കൊരു ഡിസേബിലിറ്റി ഉണ്ട്, ഇയാൾക്ക് സംസാരിക്കാനായിട്ട് പറ്റില്ല. അത് വളരെ ഫണ്ണായിട്ടാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഫൈറ്റ് സീക്വൻസ് വരുന്ന സമയത്ത് ഇയാൾ വേറെ രൂപമായിട്ട് മാറാണ്. ഇങ്ങനൊരു ഗംഭീര ഫൈറ്റ് സീക്വൻസ് ആണ്, ഈ അപ്പാപ്പൻ്റെ ഗംഭീര ഫൈറ്റ് സീക്വൻസ് ആണ് നമുക്ക് ഈ സിനിമയിൽ കാണാണ്ട് വരുന്നത്. ഒപ്പം തന്നെ മറ്റ് ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഇതിൻ്റെ കൂടെ നമ്മുടെ രോമാഞ്ചത്തിലുള്ള ഒരു മെയിൻ ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ ഈ സിനിമയിലുള്ള പെർഫോമൻസ് എന്ന് പറയുന്നത്
രംഗജന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് വളരെ ഫണ്ണി ആയിട്ടും അത് അതേ സമയത്ത് തന്നെ മാസ്സായിട്ടും അദ്ദേഹത്തിന് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അറിയാലോ, അദ്ദേഹം നിൽക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു മാസ് ഫീലിംഗ് ആണ്. മറ്റേ രോമാഞ്ച സിനിമയിലൊക്കെ നമ്മൾ കണ്ടേക്കുന്നതാണ്. അതേ മാസ് ബിൽഡപ്പും അതേ സമയത്ത് തന്നെ സെയിം ടൈമിൽ ഫണ്ണും കൂടി കൊണ്ടുപോകുന്ന വളരെ ഗംഭീരമായിട്ട് അദ്ദേഹത്തിന്റെ റോൾ ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത്. ആൻഡ് മൻസൂർ അലിഖാൻ ഈ സിനിമയിൽ വരുന്നുണ്ട്. മൻസൂർ അലിഖാനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ ഒരു ഷോട്ടിന്റെ സമയത്ത് അവസാന ഭാഗത്തെത്തുന്ന സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ കാറിന്റെ മുകളിലേക്ക് കയറി ഇരിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. അത് നിങ്ങൾ സിനിമ കാണുന്ന സമയത്ത് മനസ്സിലാവും. ഇതെങ്ങനെ വില്ലന്മാരായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ രംഗന്റെ അടുത്തേക്ക് ടീമായിട്ട് വരുന്ന സമയത്ത് ഇയാൾ കാറിന്റെ മുകളിലോട്ട് കയറിയിരിക്കുന്ന ഒരു സീൻ ഉണ്ട്. അത് എന്തെങ്കിലും വിഷ്വൽ എഫക്ട് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഡ്യൂപ്പിനെ വെച്ചുകൊണ്ടാണ് ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം അത് റിയൽ ആയിട്ടാണ് ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ അയാളൊരു ഗംഭീരமான മനുഷ്യൻ തന്നെയാണ്. കാരണം അത്രയും ഫ്ലെക്സിബിൾ ആയിട്ടാണ് അയാൾ ഒരു കാറിന്റെ മുകളിൽ കയറിയിരിക്കുന്ന ഷോട്ടൊക്കെ കാണാൻ പറ്റിയായിരുന്നത്. അത്ര രസമായിരുന്നു. മൻസൂർ അലിഖാൻ എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്ന ഒരു ആന്റഗണിസ്റ്റ് തന്നെയാണ്. മൊത്തം ആന്റഗണിസ്റ്റുകളാണ്, ആരും ഇതിനകത്ത് നല്ലവരൊന്നുമില്ല, എല്ലാവരും ഗുണ്ടകൾ തന്നെയാണ്, എല്ലാം ഗുണ്ടകൾ ഹേ എന്ന് പറയുന്ന തരത്തിൽ. എനിക്ക് സിനിമയിൽ തോന്നിയൊരു നെഗറ്റീവ് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫഹദ് ഫാസിലിന്റെ പാസ്റ്റ് കാണിക്കുന്ന സമയത്ത് ഈ ഫഹദ് ഫാസിലിന്റെ രംഗൻ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ പാസ്റ്റ് പറയുന്ന സമയത്തുള്ള ചില കാര്യങ്ങൾ എനിക്ക് അത്രയാണ് കണക്ട് ആയില്ല. അപ്പോൾ തന്നെ പഴയ സമയത്തുള്ള അദ്ദേഹത്തിന്റെ ലുക്ക് മറ്റൊന്നും എനിക്ക് അത്രയാണ് പേഴ്സണലി കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല. മേ ബി ഇദ്ദേഹത്തിന്റെ ഇത്ര നല്ലൊരു ഗംഭീര ലുക്ക് കണ്ടതുകൊണ്ടാവാം അതിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ട്രാൻസ്ഫോം ആയിട്ട് പഴയൊരു കാലഘട്ടത്തിലോട്ട് പോകുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി തോന്നിയതായിരിക്കാം. പക്ഷെ അതെനിക്കൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതർവൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമയുടെ ക്യാമറ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ക്യാമറയിൽ ആ ഒരു ഓരോ ഫൈറ്റ് സീക്വൻസ് കാര്യങ്ങൾ എടുത്തു വെച്ചേക്കുന്നതാണെങ്കിലും ഓരോ ഷോട്ടുകൾ എടുത്തു വെച്ചേക്കുന്നതാണെന്നുണ്ടെങ്കിലും ഒപ്പം തന്നെ ഇതിന്റെ എഡിറ്റിംഗ് അത് എടുത്തു പറയാണ്ട് പറ്റില്ല. ഇത് നല്ല മ്യൂസിക് കിട്ടി കഴിഞ്ഞാലും ആ സിനിമ ഏറ്റവും നല്ല രീതിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് ആ സിനിമ നമുക്ക് ഏറ്റവും നന്നായിട്ട് വർക്ക് ആവുന്നതല്ലേ, നമുക്ക് കണക്ട് ആവുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ സിനിമയുടെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഗംഭീര എഡിറ്റിംഗ് തന്നെയായിട്ടുണ്ട്. എഡിറ്ററിന് ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കാണ്ട് പറ്റില്ല, കാരണം അത്രയും നന്നായിട്ട് അദ്ദേഹം ഒരു പരിപാടി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാത്ത പോലെ തന്നെ സുഷിൻ ശ്യാം എന്ന് പറയുന്ന ദി മ്യൂസിക്കൽ കമ്പോസർ. കാരണം ഈ അടുത്ത് വന്നേക്കുന്ന എല്ലാ സിനിമകളും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണൂർ സ്ക്വാഡ് ആണെങ്കിലും ഭീഷ്മപർവാണെങ്കിലും 100 കോടിയുടെ പടങ്ങൾ നേടിക്കുന്ന ഭൂരിഭാഗം സിനിമകളുടെ റെക്കോർഡ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ അനിരുദ്ധിന്റെ പോലെ മലയാളത്തിലുള്ള ഒരു അനിരുദ്ധ ആരാന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുഷിൻ ശ്യാം തന്നെയാണ്. കാരണം തൊടുന്ന എല്ലാ സിനിമകൾക്കും തൻ്റെതായുള്ള ഒരു ഫ്ലേവർ കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് അദ്ദേഹത്തിന്റെ മ്യൂസിക് കമ്പോസിഷൻ ആണെങ്കിലും ബീജിംസ് ആണെങ്കിലും നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വില്ലന്റെ ഒരു സീൻ കാണിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഗംഭീരമായിട്ട് അവസാനത്തെ ഒരു സീനൊക്കെ ഉണ്ട്. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണില്ല, സ്പോയിലർ ആവുന്ന കാരണം ഞാൻ പറയണില്ല. ഫഹദ് ഫാസിലിന്റെ അവസാനം നമ്മുടെ കുംബ്ലിംഗ് നൈറ്റ്സിൽ കാണിക്കുന്ന പോലത്തെ ഒരു വൻ യമണ്ട സീനുണ്ട്. അയാളുടെ എക്സ്ട്രീമിസ്റ്റ് ആണ് ഓൾറെഡി. ആ എക്സ്ട്രീമിസ്റ്റിന്റെ തന്നെ എക്സ്ട്രീമിറ്റി എടുത്ത് കാണിക്കുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു എൻഡിങ് ഈ സിനിമയുടെ അവസാനം കാണിക്കുന്നുണ്ട്. വെട്ടിപ്പൊളിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്, അത് ഞാൻ കൂടുതൽ പറയണില്ല. ആ സമയത്ത് നമുക്ക് ചെറിയൊരു പേടിയൊക്കെ തോന്നും. കാരണം ഇയാളുടെ ക്യാരക്ടറിന്റെ മാറ്റങ്ങൾ കൃത്യമായിട്ട് കാണിക്കുന്നത് ഫഹദിന്റെ അഭിനയത്തിലൂടെ പോലും ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യുന്ന BGMസിന്റെ കൂടി ഒരു പവറാണ്. ആ കാര്യത്തിൽ സുഷിൻ ശ്യാം അടിപൊളിയായിട്ട് വിജയിച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള മ്യൂസിക്കലും ഈ സിനിമയ്ക്കകത്തുണ്ട്. ഫണ്ണാണെന്നുണ്ടെങ്കിലും ഒപ്പം തന്നെ നല്ലൊരു മാസീവ് ആയിട്ടുള്ള ഒപ്പം തന്നെ നമുക്ക് ചെറിയൊരു പേടിയൊക്കെ തോന്നുന്ന സസ്പെൻസ് ആയിട്ടുള്ള BGMs കാര്യങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. പിന്നെ പാട്ടുകളൊക്കെ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ നല്ലൊരു ആഘോഷം തന്നെയായിരുന്നു ഈ പടം എന്ന് പറയുന്നത്. ഇൻ കൺക്ലൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആവേശം എന്ന് പറയുന്ന ഒരു പേര് പറയുന്ന പോലെ തന്നെ വളരെ ആവേശഭരിതമായിട്ടുള്ള സിനിമ തന്നെയാണ്. തിയേറ്ററിൽ തന്നെ പോയി കാണാൻ പറ്റുന്ന ഒരു കിടുക്കൻ പടം തന്നെയാണ്. അടുത്ത 100 കോടി നേടാന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അത് നേടുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും നന്നായിട്ട് ഈ സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. സിനിമ കണ്ടേക്കുന്ന എല്ലാവർക്കും ഭൂരിഭാഗം ആൾക്കാർക്ക് ഈ സിനിമ വർക്ക് ആവുന്ന തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കാനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ചിന്തിച്ചു കൂട്ടാൻ മാത്രമുള്ള ഒരു വലിയ കഥയല്ല ഇതിനകത്ത് വരുന്നത്. പക്ഷേ വളരെ സിമ്പിൾ കഥയാണെന്നുണ്ടെങ്കിൽ പോലും അത് എടുത്തു വെച്ചേക്കുന്നതും അത് അഭിനയിച്ചു വെച്ചേക്കുന്ന ഫഹദിന്റെ പെർഫോമൻസിനെ കുറിച്ച് ഞാൻ വീണ്ടും പറയണം. അത് കാണുന്ന സമയത്ത് തന്നെ നമ്മൾ ഫ്ലാറ്റായി പോകും. അതാണ് ഈ ഒരു സിനിമയുടെ പവർ എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഗംഭീരമായിട്ടുള്ള സിനിമ തന്നെയാണ് ആവേശം എന്ന് പറയുന്നത്. ഒരു വൺ ടൈം വാച്ച് എന്നുള്ള ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു രംഗ എന്ന് പറയുന്ന ക്യാരക്ടർ എന്തായാലും ഒരു ട്രെൻഡ് സെറ്റർ തന്നെയാവും. ആ കാര്യത്തിലൊരു ഡൗട്ടൊന്നും വേണ്ട. അപ്പോൾ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടുനോക്കുക. മറ്റു 2 സിനിമകൾ ഞാൻ കണ്ടിട്ടില്ല. ജയ് ഗണേഷ് ആണെങ്കിലും വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നല്ല പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആ സിനിമകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ മാക്സിമം പേരിലോട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ.